ഏകദേശം ഒരു 1.5 വർഷം മുൻപ് വീട് ഞങ്ങൾ ഓൾറെഡി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നൊരു വീടുണ്ടായിരുന്നു. ഞങ്ങളുടെ തറവാട് എന്ന് പറയാവുന്ന ഏകദേശം 24 വർഷം പഴക്കമുള്ള വീടായിരുന്നു. അപ്പോൾ അതൊരു ഓൾട്ടറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ബിൽഡറെ ആദ്യമായിട്ട് സമീപിക്കണേ. അപ്പോൾ അന്ന് അവരുടെ ഗ്രൂപ്പിൽ ആർക്കിടെക്റ്റ് ആയിരുന്ന അനൂപ്, അദ്ദേഹം ഇവിടെ വന്നു. പിന്നീട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഓൾട്ടർ ചെയ്യുന്നേക്കാൾ നല്ലത് ഒരു പുതിയ വീട് പണിയായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളൊരു പുതിയ വീടിൻ്റെ ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു 3 മാസത്തിനകത്ത് ഞങ്ങളുടെ പ്ലാൻ ഫൈനലൈസ് ചെയ്യുകയും പിന്നീട് പഴയ വീട് ഡിമോളിഷൻ ചെയ്ത് പുതിയ വീടോട് പണി ആരംഭിക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് ബിൽട്ടോറ എന്ന കമ്പനിയെ സംബന്ധിച്ചോളം ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ഉണ്ട്. ഒരു ടർക്കി പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അവർക്ക് എല്ലാവിധ ആളുകളും ആർക്കിടെക്റ്റ് തുടങ്ങി സിവിൽ വർക്ക്, പെയിൻറ്റിങ്, പ്ലാസ്റ്ററിങ്, പിന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ, പ്ലംബിങ്, ഇതിനെല്ലാത്തിനും തന്നെ ആളുകളുണ്ട്. അപ്പോൾ 8-9 മേജർ ആളുകളുടെ ഒരു കൺസോർഷ്യമാണ് ശരിക്കും ബിൽട്ടോറ. പ്ലാൻ കണ്ടപ്പോൾ ഇതുപോലെയൊക്കെ ഫൈനൽ സ്റ്റേജിൽ ഇതുപോലെ തന്നെ എക്സാക്ട്ലി വരുമെന്ന് പ്രതീക്ഷയില്ല. അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണിച്ചു തന്ന പ്ലാനിലെ അതേപോലെ തന്നെ അതിമനോഹരമായൊരു വീട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനുകൾ നമുക്ക് തന്നു. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞ ഓരോ പോയിന്റിലും കൃത്യസമയത്ത് തന്നെ പണി നടക്കുകയും 1.5 വർഷം കഴിയുമ്പോൾ നമുക്ക് പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തരികയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ എൻറ്റയർ ജേണി വളരെ എൻജോയ്ഫുള്ളായിരുന്നു. നല്ല രീതിയിൽ അവർ അത് ചെയ്ത് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഓഗസ്റ്റ് 3-ാം തീയതി ഞങ്ങളിവിടെ കയറി താമസിക്കുകയും ചെയ്തു. കിച്ചൺ അതുപോലെ ഞാനൊരു ഓപ്പൺ കിച്ചണാണ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു കിച്ചണാണ് കഴിഞ്ഞ് വന്നപ്പോൾ ആയത്. അപ്പോൾ എല്ലാ പർച്ചേസിനും എല്ലാത്തിനും ആർക്കിടെക്ട്സായ അനൂപും മനീഷയും എപ്പോഴും കൂടി ഉണ്ടായിരുന്നു. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേരാണ് പെറ്റൽ കൺസ്ട്രക്ഷൻസ്. ഈ പെയിൻറ്റിങ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, അതിൻ്റെ സാരഥി ജയപ്രകാശ്. അദ്ദേഹം വളരെ സമയബന്ധിതമായി തന്നെ വർക്ക് ഏറ്റെടുക്കുകയും പ്രോബ്ലി എല്ലാ പണികളിലും വന്ന പോലെ തന്നെ വീട് പണിയുടെ അവസാന ഘട്ടത്തിലാണ് പെയിൻറ്റിങ്ങുകാർക്ക് ഒരു എൻട്രി കിട്ടുക. പ്രോബ്ലി ആ സമയമാകുമ്പോഴേക്കും വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിരിക്കും. പക്ഷെ അവർ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ അവരുടെ പുട്ടി വർക്കുകൾ തുടങ്ങുകയും പെയിൻറ്റിങ് എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്യുകയും കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഹാൻഡ് ഓവറും ചെയ്തു. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതികളിൽ നമുക്ക് ബാക്കിയുള്ള പണിക്കാർക്കൊന്നും തടസ്സം ഉണ്ടാവാത്ത രീതിയിലോ അല്ലെങ്കിൽ ആ പണികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അതെല്ലാം സൈഡുകളെല്ലാം പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്ത് വളരെ വൃത്തിയായിട്ടാണ് അവർ പണികൾ ചെയ്തത്. വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള പണികളിൽ പെറ്റലിൻ്റെ പണി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ്.
പലപ്പോഴും എനിക്ക് ഞങ്ങൾക്ക് 3D വീടിൻ്റെ 3D ഒക്കെ തന്ന സമയത്ത് ചില കളർ കോമ്പിനേഷൻസ്, ഉദാഹരണത്തിനൊരു ഒരു ഗ്രീൻ കളറും ബ്രൗണും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെയാണ്. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട്, ഡിസൈനറോട് ചോദിച്ചത് ഇത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ആക്ച്വലി ഭംഗി ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം ആ കളേഴ്സ് പലപ്പോഴും അവൈലബിൾ ആണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ മനസ്സിലാക്കിയത് പലപ്പോഴും മാനുവലായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഗ്രീൻ കളറും ബ്രൗൺ കളേഴ്സൊക്കെ കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് ഷെയ്ഡ് കാർഡിൽ പലപ്പോഴും കിട്ടുന്ന കളേഴ്സ് ആയിരുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ 3Dയിൽ എന്താണോ അവർ നമുക്ക് തന്നത് അത് അതേപോലെ തന്നെ അവർ അത്രയും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായത്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. മാക്കിൻ്റെ വർക്കിലും ബിൽറ്റോറയുടെ വർക്കിലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്.